നല്ലൊരു ഭർത്താവായിരുന്നു എൻ്റെ ഇക്ക. അവന്തികയ്ക്ക് ഒരിക്കലും ഒരു നല്ല ഭാര്യയാവാനും കഴിയില്ല. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണല്ലോ. കുറെ നാൾ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ ആരെയും ഈശ്വരൻ സമ്മതിക്കില്ല. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് സന്ധ്യയ്ക്ക് ആലോചിച്ചൂടെ? ഈ നിമിഷം വരെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നതാ സത്യം. എന്റെ ഇക്കയെ പോലെ എന്നെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന, വിശ്വസിക്കുന്ന ഒരാളെ എന്തെങ്കിലും ഞാൻ പരിചയപ്പെട്ടാൽ മാത്രമേ ഞാൻ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ. സന്ധ്യ നോക്കിക്കോ, അങ്ങനെ ഒരാൾ വരും. അയാൾ സന്ധ്യയെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും. അതിനധിക സമയമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. സച്ചേട്ടാ, ഞാൻ വിളിക്കാം. നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ ഞാൻ പറഞ്ഞതിനെ പറ്റി ഒരു മറുപടി പറയും. നിന്റെ ഫോട്ടോ സഹിതം SP-യുടെ കയ്യിലുണ്ട്. നിന്റെ വീട്ടിലും പോലീസ് അന്വേഷിച്ചു ചെന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയുള്ള കാലം മുഴുവൻ ഒളിച്ചു കഴിയാന്ന് വെച്ചാ നടക്കാത്ത കാര്യ. അതുകൊണ്ട് നീ പോയി പോലീസിൽ പിടികൊടുക്കാനേ ഞാൻ പറയൂ. എന്റെ പേര് ഒരു കാരണവശാലും പറയരുത്, അത്രേ ഉള്ളൂ. ആതിരെ നിനക്ക് കെട്ടിച്ചേരാത്തതിനുള്ള ദേഷ്യത്തിൽ നീ ചെയ്താണെന്ന് പറഞ്ഞാൽ മതി. അതിന് നീ ഇത്ര ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പം കൊലപാതക ശ്രമമല്ലേ, ആരും ചത്തൊന്നും പോയില്ലല്ലോ. കുറച്ചു ദിവസം, വളരെ കുറച്ചു ദിവസം, ആദ്യത്തെ റിമാൻഡ് കഴിയുമ്പോഴേക്കും നല്ലൊരു വക്കീലിനെ വെച്ച് പുഷ്പം പോലെ ഞാൻ നിന്നെ ഇറക്കിക്കൊണ്ടുവരും. എന്താ, അതുപോരെ? സംഭവമൊക്കെ കൊള്ളാം. പക്ഷേ മാഡം പറഞ്ഞതുപോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലത്. ഞാൻ അങ്ങോട്ട് പോയി പിടികൊടുത്താലും എനിക്ക് പോലീസുകാരുടെ കയ്യിൽ നിന്ന് നല്ല ചാമ്പ് കിട്ടും, അതുറപ്പാ. പിന്നെ പത്രത്തിൽ ഫോട്ടോയും വരും. ഒരു പരട്ട പെണ്ണിന് വേണ്ടി ഒരു കുടുംബത്തെ മൊത്തം കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലേ എന്നിട്ട് വറക്കും. അപ്പൊ അതൊരു സാമൂഹ്യ പ്രശ്നമാവും. എന്റെ പൊന്നു മാഡം, ജീവിതം തന്നെ കോഞ്ഞാട്ടായി പോകുന്ന പരിപാടിയായത്. പിന്നീട് ജോലി ചെയ്ത് ജീവിക്കാൻ പോലും പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി. ഈ കുറ്റം ഏൽക്കുന്നതിനും എന്റെ പേര് പറയാതിരിക്കുന്നതിനും നിനക്ക് എന്ത് വേണം? നീ പറയുന്നതാണ് നിനക്കുള്ള പാരിതോഷികം. എത്ര വേണേലും ചോദിച്ചോ. അതിപ്പോ നീ മടിക്കണ്ട ജയ. 25 ലക്ഷം അതോ 50? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തിരികെ വന്ന് ഈ നാട്ടിൽ നിനക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥിതി അല്ലെന്ന് നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തെവിടെങ്കിലും ആഡംബരമായിട്ട് നിനക്ക് ജീവിക്കാനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കിത്തരാം. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ കേസിൽ ഞാൻ പ്രതിയാവാതിരിക്കാനാ. ഞാനാ ഇതിന് പിന്നിലെന്ന് ആരെങ്കിലും അറിഞ്ഞാ പിന്നെ എന്റെ പല ഉദ്ദേശങ്ങളും നടക്കില്ല. ഞാൻ പറഞ്ഞതിൽ എന്ത് വേണം നിനക്ക്, അത് പറ. അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് മേഡത്തിന്റെ സ്നേഹം മാത്രം മതി. ഒരനിയന് ചേച്ചി കൊടുക്കുന്ന സ്നേഹം മേഡത്തിന് അത് പറ്റുമോ?
ആ സ്നേഹം ഇപ്പോഴും ഉണ്ടല്ലോ മോനെ. നീ എന്റെ അനിയൻ തന്നെയല്ലേ. ഇനി മുതല് നീ എന്നെ ചേച്ചിന്ന് വിളിച്ചാ മതി. ഉം. അല്ലെങ്കിലും സഹോദര ബന്ധം തന്നെയാ നല്ലത്. അതിനിടയിൽ എന്തിനാ ഈ പണത്തിന്റെ കണക്കൊക്കെ? ഞാൻ എന്ന് നിന്റെ ചേച്ചിയായിരിക്കും. ഉം, ഉം, ഉം. നിനക്ക് കൂടെ പറഞ്ഞൊരു സഹോദരിയായിട്ട് കാണാൻ എന്നെ. ഉം. ഇവന് ശരിക്കും വട്ട് തന്നെയാണോ? അല്ലെങ്കിൽ ഇത്രയും പണം ഞാൻ ഓഫർ ചെയ്തിട്ടും ചേച്ചിയുടെ സ്നേഹം മതിയെന്ന് പറയൂ. അതെ, ചേച്ചി പറഞ്ഞതാ അതിന്റെ ഒരു ശരി. സഹോദര ബന്ധത്തിന്റെ ഇടയിൽ എന്തിനാ പണം? ആ പിന്നെ ചേച്ചി പറഞ്ഞത് വാക്കാൽ മാത്രം പോരാ, ബന്ധത്തിലും വേണം. അതെ, സംഭവം ഇത്രേ ഉള്ളൂ. ചേച്ചിയുടെ അനിയത്തി അനഘയില്ലേ, അവൾ എനിക്ക് കെട്ടിച്ചു തരണം. ഞാനും ചേച്ചിയും പരിചയമാവുന്നത് എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ? ആതിരയെ ഞാൻ വിവാഹം കഴിക്കണമെന്നും എന്തു വേണേലും സ്ത്രീധനമായി തരാമെന്നും പറഞ്ഞ വിവാഹം നടന്നില്ല. പകരം ഇത് നടക്കട്ടെ. ഒരു വിവാഹത്തിൽ തുടങ്ങി എന്റെ അവന്തിക ചേച്ചിയുടെ ബന്ധം മറ്റൊരു വിവാഹം കൊണ്ട് നമുക്ക് നിലനിർത്താം. അനക്കെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ആ, എന്തുകൊണ്ടും ചേച്ചിക്ക് തന്നെ ലാഭം. പിന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, അനിയത്തിക്ക് നല്ലൊരു ചുള്ളം പയ്യനെയും കിട്ടും. ആ, ചേച്ചി ഓക്കെ ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം. അതിപ്പോ അജയ, അല്ല ബുദ്ധിമുട്ടാണേൽ വേണ്ട. ചേച്ചി വിഷമിച്ചൊന്നും ചെയ്യണ്ട. പക്ഷെ ചേച്ചി നേരത്തെ പറഞ്ഞതൊക്കെ എനിക്കും ബുദ്ധിമുട്ടാവും. അനഘയോടുള്ള ഇഷ്ടം കാരണം മാത്രമല്ല ഞാനതൊക്കെ പറഞ്ഞത്. എനിക്കറിയാം, അവൾക്ക് വേണ്ടി ചേച്ചി കുറേ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതും കൂടി കിട്ടാൻ വേണ്ടി തന്നെയാ. ആ, അത് കിട്ടിക്കഴിഞ്ഞാ ചേച്ചി നേരത്തെ പറഞ്ഞ ആഡംബര ജീവിതം മുഴുവൻ എനിക്ക് കിട്ടും. കൂടെ നല്ലൊരു പെണ്ണും. ആ, പിന്നെ നെല്ലിശ്ശേരി നമുക്ക് ഒന്നിച്ച് ഭരിക്കുകയും ചെയ്യാം. ആ, എല്ലാ കാലത്തും ഒരാശ്രിതനായി ഞാൻ എന്നും ചേച്ചിയോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും. ഈ മൗനം സമ്മതമൊന്നും ഞാൻ കണക്കാക്കില്ല. ഇതൊരു മംഗളകാര്യം ആയതുകൊണ്ട് തുറന്ന് സമ്മതിക്കണം. ഇപ്പൊ വേണമെന്നൊരു നിർബന്ധവും ഇല്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. അല്ല, പറയാൻ താമസിച്ചാലും പ്രശ്നമാ. ഓ, അതിനിടയ്ക്ക് എങ്ങാനും എന്നെ പോലീസ് പിടിച്ച എല്ലാം അവരോട് പറയേണ്ടി വരും. അതുകൊണ്ട് വേഗം പറയണം, അനഘ എനിക്ക് തരോ ഇല്ലയോ എന്ന്. സമ്മതം. എന്റെ അനിയത്തി അനഘയെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ എനിക്ക് സമ്മതം. ആ, ഈ സമ്മതം മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയാം. കാര്യമൊക്കെ കഴിഞ്ഞെന്നെ തേക്കാനാണ് പരിപാടിയെങ്കിൽ കോടതിയിൽ ഞാൻ മൊഴി മാറ്റി പറയും. അതിന്റെ ഒന്നും ആവശ്യം വരില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ മാറില്ല. നിവർത്തിയില്ലാതെയാണെങ്കിലും തന്ന വാക്ക് വാക്ക് തന്നെയാ. എങ്കിൽ ചേച്ചി പറയുന്ന എന്തിനും എനിക്കും സമ്മതം.
എന്താ അച്ഛാ? എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞു? മോളെ, ആ SP വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം ഇങ്ങോട്ട് വരികയാണെന്നും എല്ലാവരും വീട്ടിലുണ്ടാവണമെന്നും. വരണം സർ. എന്താ സർ പെട്ടെന്ന് വിളിച്ച് എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞത്? പറയാം. ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാർ ആയില്ലല്ലോ. ഇളയ മകൻ ഭാര്യയും കൂട്ടി ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് സർ. സാർ, ആ അജയൻ എന്ന ആളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? അവനിപ്പോഴും ഒളിവില്ല. എന്നാ അജയന്റെ ഒരു സഹായിയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പറയുന്നതിൽ വിഷമമുണ്ട്. അജയൻ എന്ന ക്രിമിനലുമായി ബന്ധമുള്ളതും അവനെ സഹായിച്ചതും ഈ വീട്ടിലെ ഒരാൾ തന്നെയാണ്. ആ സഹായി തന്നെയാണ് അജയന് കേക്ക് മാറ്റിവെക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആരാ സർ? ഈ വീട്ടിലുള്ള ആളെന്ന് പറയുമ്പോ അർച്ചന, ഞാൻ അജയന്റെ ഫോട്ടോ കാണിച്ചിട്ട് സംസാരിച്ചപ്പോ അർച്ചനയോ വീട്ടുകാരോ അജയനെ പറ്റി പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്ന് ഒന്ന് ഓർത്തു നോക്കിയേ. അങ്ങനെ ഒന്നും പറയാതിരുന്നിട്ടില്ല സർ. ഉറപ്പാണോ? അതെ, ഉറപ്പാണ് സർ. ശരി സർ, പ്ലീസ്. ഈ വീട്ടിലെ ഒരാളാണ് അജയനെ സഹായിച്ചെന്ന് പറഞ്ഞു. അതാരാണെന്ന് പറഞ്ഞൂടെ? പറയുക മാത്രമല്ല, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കൂടിയാണ് ഞാൻ വന്നത്. അവന്തേക്ക് അന്നത്തെ പോലെ ആരെങ്കിലും ഇപ്പൊ സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. എന്റെയും അവന്തികയുടെയും സംസാരത്തോടെ പ്രതി എന്ന് സംശയിക്കുന്ന ആളെ ഞങ്ങൾ കൊണ്ടുപോകും. പറയ്, അന്ന് എന്നോട് പറഞ്ഞ അതേ സംശയം അവന്തികയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ? ഡബിൾ 864438. 864438. ഇത് ആരുടെ നമ്പരാ? ഞാൻ ചോദിച്ചത് കേട്ടില്ല അവന്തികെ. ആരുടെ നമ്പരാന്ന്? 86443. എന്റെയാണ് സർ. എനിക്കറിയായിരുന്നു അത് മീരയുടെ നമ്പരായിരുന്നു എന്ന്. അവന്തിയോട് ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. 10/7/2024, അതായത് ഇന്നലെ ഞാൻ ഇവിടെ വന്ന് അജയന്റെ കാര്യങ്ങൾ തിരക്കിയിട്ട് പോയ ദിവസം. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ മീര അജയന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ല സർ, ഞാൻ വിളിച്ചിട്ടില്ല. അതും കിടത്തെ.
ഞാനിതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് മീരയുടെ ഫോൺ നമ്പരാ. അജയന്റെ ഫോണിലേക്ക് മീര വിളിക്കുകയും ചെയ്തു, 3 മിനിറ്റോളം സംസാരിക്കുകയും ചെയ്തു. ഇല്ല, ഈ പറയുന്ന അജയൻ മീരയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മാവന്റെ മകനാണല്ലേ? എന്താ അല്ലേ? അതെ. അങ്ങനെയാണ് ഭർത്തൃ സഹോദരി ആതിരയ്ക്ക് വേണ്ടി അജയനുമായി വിവാഹാലോചന വരുന്നത്. അർച്ചനയോട് നേരത്തെ ഞാൻ ചോദിച്ചില്ലേ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന്. അജയൻ മീരയുടെ ബന്ധുവായിരുന്നു എന്ന വലിയൊരു കാര്യം അർച്ചന എന്താ അന്ന് പറയാറുന്നത്? മറന്നതാണോ അതോ മനഃപൂർവ്വം പറയാത്തതോ? അയ്യോ, മനഃപൂർവ്വം അല്ല സർ. സർ, സാറ് പറഞ്ഞു വരുന്ന പ്രകാരമാണെങ്കിൽ മീരയാണ് അജയനെ സഹായിച്ചതെന്നല്ലേ? അത് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല സർ. മീര അങ്ങനെ ഒരു കുട്ടിയല്ല, ഞങ്ങൾക്കറിയാവുന്നതാണ്. അറിവിനേക്കാൾ വലുതല്ലേ സർ സത്യം? തെളിവുകൾ നിരത്തിയ ഞാൻ സംസാരിച്ചത്. അജയൻ ഇപ്പൊ എവിടെയാണെന്നും എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നൊക്കെ മീരയോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലായിക്കൊള്ളാം. മീരയെ ഞങ്ങൾ കൊണ്ടുപോവുക. നിങ്ങൾ എല്ലാവരും എന്നോട് സഹകരിക്കണം. സർ, മീര ചെന്ന് ജീപ്പിക്കർ. ഇല്ല, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. മീരയായിട്ട് ഞങ്ങളോടൊപ്പം വരുന്നോ അതോ? ഞാൻ വരില്ല. ഡോ, അച്ഛാ, മീരയുടെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ വിട്. നടക്കടി. അർച്ചനെ, നടക്കാനല്ലേ പറഞ്ഞത്? വിട്, ഞാനൊന്നും ചെയ്തിട്ടില്ല. നടക്കാനല്ലേ പറഞ്ഞത്? ആടി. ഞാനൊന്നും ചെയ്തിട്ടില്ല. നടക്കടി. സർ, സർ ഒരു മിനിറ്റ്. എഴുതി ഇക്കാര്യത്തിൽ നിരപരാധിയാണ് സർ. അത് കോടതി തെളിഞ്ഞോളൂ. അർച്ചന മാറിയേക്ക്. സർ, ഞാനൊന്ന് പറയുന്ന കേക്ക്. മാറിയേക്കാൻ. സർ, സർ, ഇങ്ങോട്ട് നടക്കടി. അർച്ചനെ, വരാൻ. നടക്കടി. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എടുത്തേക്കോ. സർ, സർ പ്ലീസ് സർ. ചെയ്യില്ല സർ. എന്താ ഇങ്ങോട്ട് വാ. എന്നെ വിട്. കേറടി. എടുത്ത് വിഷമിക്കാതെ. സർ, സർ പ്ലീസ്. വണ്ടി എടുക്ക. സർ, അപ്പോ എന്റെ സംശയം ശരിയായിരുന്നു. എന്നാലും മീര ഇത് ചെയ്തു കളഞ്ഞല്ലോ. നിന്റെ കണ്ണീന്ന് വരുന്ന ഈ കണ്ണുനീരുണ്ടല്ലോ, അതിന് തോരില്ല അർച്ചന.
നിന്റെ ശവപ്പെട്ടിയിലെ ആദ്യത്തെ ആണിയടിച്ചു. അതോ അവന്തികയുടെ ചെലവിൽ. ഇപ്പൊ ഇവിടെ നടന്നതൊക്കെ അകക്കണ്ണിൽ അവന്തിക നേരത്തെ കണ്ടതാ. അന്ത്യയാനത്തിലെ നാളുകളാ ഇനി അങ്ങോട്ട്. ഒരിക്കലും മോചനമില്ലാത്ത അവന്തികയുടെ ശിക്ഷയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. മീരയുടെ ജയിൽവാസം മുതൽ സേതുമാധവന്റെ ജീവഹാനി വരെയുള്ള രൂപരേഖ മൂത്ത മരുമകളായ ദാ എന്റെ ഇവിടെയുണ്ട്. ഇതോടെ എല്ലാം തീർന്നെന്ന് തുടങ്ങിയെന്ന് കരുതണ്ട.